ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ മാരകമായ രോഗങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കാണുവാൻ കഴിയും. ആധുനിക വൈദ്യശാസ്ത്രത്തിന് സൗഖ്യം നൽകുവാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന അനേക ആയിരക്കണക്കിന് രോഗികളെ നമുക്ക് കാണാൻ കഴിയും. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, HIV പോലെയുള്ള രോഗങ്ങൾ, H1N1 പോലെയുള്ള രോഗങ്ങൾ, ആ രോഗങ്ങളുടെ പട്ടിക നീണ്ടു പോവുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് സൗഖ്യം നൽകുവാൻ കഴിയാത്ത അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന അനേകം പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. മനുഷ്യൻ്റേതായിട്ടുള്ള സമ്പത്തും സ്ഥാനമാനങ്ങളും മഹിമകളും ഒക്കെ അവന് എന്തിനേയും കീഴടക്കാമെന്നുള്ള ഒരു ചിന്ത ഉളവാക്കിക്കൊണ്ട് മുൻപോട്ട് ഓടുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങളുടെ മുമ്പിൽ അവൻ പതിച്ച് അവന് നിൽക്കേണ്ടി വരുന്നത്. വേദനകളും അതോടൊപ്പം രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥകളും അവന് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആക്കി തീർക്കുന്നു. മരുന്നുകൾക്ക് പ്രയോജനം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലാക്കി തീർക്കുന്നു. എത്ര പണമുണ്ടായിരുന്നാലും എത്ര വലിയ ആളായിരുന്നാലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ആകുന്നു. അടുത്ത കാലത്ത് കഠിനമായ രോഗത്താൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ നേതാവ് അവസാന നിമിഷങ്ങളിൽ പറയുകയാണ്, എനിക്ക് അല്പകാലം കൂടി ജീവിച്ചിരിക്കണമായിരുന്നു, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം. സഹപ്രവർത്തകരെല്ലാവരും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ചികിത്സ നൽകി. പക്ഷേ ആ രോഗം അദ്ദേഹത്തെ കീഴടക്കി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ രോഗത്തിന് സൗഖ്യം നൽകും എന്നുള്ള ആ വലിയ അനുഗ്രഹകരമായ അവസ്ഥ മനുഷ്യന് ബോധ്യം വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും എല്ലാ ചികിത്സകളും പരാജയപ്പെടുമ്പോഴാണ് അനേകർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സൗഖ്യദായക ശുശ്രൂഷ നയിക്കുന്ന കർത്താവിൻ്റെ ഒരു എളിയ ദാസൻ എന്നുള്ള നിലയിൽ പലരും സൗഖ്യത്തിന് വേണ്ടി വിലയിനെ എന്നെ സമീപിക്കാറുണ്ട്. പക്ഷേ അതൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. We find many today suffering with many types of ailments. Modern medical science has no answer, has no solution for such sufferings. Ailments like cancer, HIV, H1N1. Well, the list is increasing day by day. Modern medical facilities cannot completely free the people from such ailments. So, we find any form of medicine for that matter, whether it's homeopathy or naturopathy or Ayurveda or allopathy, all these systems of medicines fail to give a healing in such ailments. We find that modern methods of treatment can never intervene, and also we find that death is the ultimate end in such cases. But many people in their daily walk of life
don't think about these things. They think life is very secure because they have a lot of money, they have a lot of influences, they have a very high position, so they don't have to be bothered about anything. Everything can be treated out. They can go for the most modern facilities. If at all they want to go, they can go abroad and get treated. But such hopes crash when they really confront a big disease which can never be curable. Their money cannot save them, their status cannot save them, their influences cannot arrest the ailments, and they become helpless. Then, as a last resort, they seek God. God was never a part of their lives earlier. Today, when everything is going hopeless, when the going is tough and they know the ultimate end is drawing near, they try to seek God. Many such people approach me in the final stages of their lives, asking God for a healing and asking me to pray for them. അനേകർ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല, ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം കഴിയാത്ത ഗുരുതരമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാറുണ്ട്. ആ അന്വേഷണത്തിലെ വിലയിനെ എന്നെ സമീപിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് മാത്രമേ ഇനിയും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ഞങ്ങൾ ഇനിയും ശിഷ്ടമുള്ള ആയുസ്സൊക്കെയും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം എന്നാണ് പലരും പറയാറുള്ളത്. ദൈവം നൽകിയ ആയുസ് ദൈവത്തെ മറന്ന് ചെലവഴിച്ച് ദൈവത്തെ ഓർക്കാതെ ജീവിച്ച് ഇനിയും ആയുസ് നീട്ടിക്കൊടുത്താൽ അത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ദൈവത്തിന് പലപ്പോഴും സ്വീകാര്യമല്ല. നീ ജീവിച്ചത് എങ്ങനെയാണ്? ഈ ലോകത്ത് ആർക്കും സൗഖ്യം നൽകുവാൻ കഴിയാത്ത, ആധുനിക വൈദ്യശാസ്ത്രത്തിന് സൗഖ്യം നൽകുവാൻ കഴിയാത്ത, മറ്റ് യാതൊരു രീതിയിലുള്ള ചികിത്സാക്രമങ്ങൾക്കും വിടുതൽ നൽകുവാൻ കഴിയാത്ത, മറ്റ് ആത്മീയമായ ഇടപെടലുകൾക്ക് സൗഖ്യം നൽകുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നീ ആകുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയാഞ്ഞിട്ടല്ല, പിന്നെയോ നിനക്ക് നൽകിയ കാലങ്ങളിൽ നീ ദൈവത്തെ അറിയാതെയും ദൈവത്തെ മറന്നുമാണ് ജീവിച്ചതെങ്കിൽ ദൈവത്തിന് ഇടപെടുവാൻ ബുദ്ധിമുട്ടുണ്ട്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യഹോയാം ദൈവം തൻ്റെ പ്രവാചകനോട് പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിൻ്റെ ആയുസ്സിനോടുകൂടി 15 വർഷം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ദാസനായ ദാവീദിന് വേണ്ടിയിട്ടും ഈ നഗരം ഞാൻ കാത്തു സൂക്ഷിക്കും. വളരെ വ്യക്തമായ ഒരു അരുളപ്പാട് തന്നോട് നിലവിളിക്കുന്ന ഒരു രാജാവിനോട് പറയുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പ്രവാചകനെ ചുമതലപ്പെടുത്തുകയാണ്. So many cry out to God in their final moments of life. They ask God to intervene and heal them. And they say if God restores their life, they will definitely work for God.
But then, very often they forget the life which God had given them is almost spent. And they could not do anything much for God. Now, when they ask or when they seek an extension for their lives, how could God act for them? Okay, they can repent. That's something different. They can come back to God's love. That is something different. But for an extension of life, when whatever God has given them is almost spent and it has come to final end, now because they cannot go forward anymore, they cry out to God asking for healing. So, very often when people come to me in the terminal stages of sicknesses, I am helpless. Because even if I pray for them, I don't get a straight reply. Their time is almost spent. They have no credit before the throne of mercy. If you issue a check to a bank, there should be a deposit in that bank so that your check can be cleared. But if there is no deposit in a bank and you start writing checks, the checks will be dishonored. So, when people who had no relationship with God, who never bothered about God, when they become helpless, they seek God, there is very little intervention from God. It all depends on the approach. Now we find here in 2 Kings chapter 20 verse 5 and 6, God speaking to his prophets to go back to a king who was crying out to him for a healing. He is on his deathbed. Even God had pronounced his death. You will die. Put your house in order. So, death is imminent. Death is a surety. Who is this man? He is the 12th king of Judah. And he is one of the 3 most God-fearing, perfect kings of Israel. ഈ മനുഷ്യൻ ആരാണ്? ഹിസ്കിയാവ് ഇസ്രായേലിലെ ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുകയും ഭയഭക്തിയോടെ യഹോവയെ സേവിക്കുകയും ചെയ്ത 3 രാജാക്കന്മാരിൽ ഒരാളാണ് ഹിസ്കിയാവ്. യഹൂദ രാജാവാണ്. മരണകരമായ രോഗം പിടിപെട്ടുകൊണ്ട് മരണത്തിലേക്ക് അവൻ പോവുകയാണ്. അവൻ മരിച്ചു പോകുമെന്ന് ദൈവം പ്രവാചകനിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ അവനെ അറിയിക്കുന്നു. നിൻ്റെ ഗ്രഹമെല്ലാം ക്രമീകരിച്ചുകൊള്ളാം എന്ന് അവനോട് പറയുകയും അവൻ്റെ മരണം സുനിശ്ചിതമാകുകയും ചെയ്ത സാഹചര്യത്തിൽ അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. അപ്പോഴാണ് ദൈവം ഈ മറുപടി നൽകുന്നത്. 6 കാര്യങ്ങളാണ് ദൈവം അവനോട് പറയുന്നത്. തൻ്റെ പ്രവാചകൻ ഈ രാജാവിൻ്റെ സ്നേഹിതനാണ്. തൻ്റെ പ്രിയ സ്നേഹിതനോട് ദൈവത്തിൻ്റേതായിട്ടുള്ള ഈ മരണവാറൻ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിനത് പ്രയാസമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത് അറിയിച്ചു. ദൈവം പറഞ്ഞ കാര്യം ഒരു പ്രവാചകന് ഒരു രാജാവിനോട് പറയാതിരിക്കുവാൻ സാധ്യമല്ല. രാജാവായിരുന്നാലും ആരായിരുന്നാലും പറഞ്ഞാൽ മതിയാകും. അങ്ങനെ അതറിയിച്ച ശേഷം അദ്ദേഹം രാജധാനി വിട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് വീണ്ടും അദ്ദേഹത്തിനുണ്ടായത്. കാരണം ഇപ്രകാരമുള്ള തൻ്റെ മരണത്തിൻ്റെ വാർത്ത ദൈവം അറിയിക്കുമ്പോൾ ഹിസ്കിയാവ് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുകയാണ്. അത് കേട്ട ശേഷമാണ് ദൈവം പ്രവാചകനോട് പറയുന്നത്, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ദാസനായ ഹിസ്കിയാവിനോട് ഈ കാര്യങ്ങൾ പറയുക. ഒന്നാമതായി പറയുന്ന കാര്യം, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടു. മരണത്തിൻ്റേതായിട്ടുള്ള താഴ്വരയിൽ നിന്നുകൊണ്ട്
ഹിസ്കിയാവ് നിലവിളിച്ചപ്പോൾ യഹോവയാം ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവൻ്റെ കണ്ണുനീർ യഹോവ കണ്ടു. അതെ, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മാത്രമല്ല, ഇന്നേക്ക് 3-ാം ദിവസം നീ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ആരാധിക്കും. അതെ, അവനൊരു കിടപ്പ് രോഗിയായിരുന്നു. നടക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ രോഗബാധിതനായ അവൻ 3-ാം ദിവസം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. അതുമാത്രമല്ല, നിൻ്റെ മരണക്കിടക്കയിൽ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ നിൻ്റെ ആയുസ്സിന് 15 വർഷം കൂടി കൂട്ടിക്കൊടുക്കും. ഇനിയും 15 വർഷം കൂടി നീ ജീവിച്ചിരിക്കും, കാരണം ഞാൻ നിന്നെ സൗഖ്യമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നഗരത്തെയും നഗരനിവാസികളെയും ചുറ്റുവളഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കും. അങ്ങനെ വളരെ വ്യക്തമായ ഒരു അരുളപ്പാട് ദൈവം നൽകുകയാണ്. മരണക്കിടക്കയിൽ കിടക്കുന്ന അനേകർ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ നിരാശരായി ജീവിതാന്ത്യത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ച സർവ്വസാധാരണമാണ്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദൈവം കേട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ആ പ്രാർത്ഥന 2 രാജാക്കന്മാർ 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുൻപിൽ നടന്ന് നിൻ്റെ ദൃഷ്ടിയിൽ നന്മയായി ചെയ്തത് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 3 കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഒന്നാമതായിട്ട്, ഞാൻ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു. വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നു എന്നാണ് പറയുന്നത്. ദൈവസന്നിധിയിൽ വിശ്വസ്തത ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് പരമാർത്ഥമായ സ്നേഹമുണ്ടാകണം. ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം. ഹിസ്കിയാവ് ആത്മധൈര്യത്തോടെയാണ് ദൈവത്തോട് പറയുന്നത്, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നു. ഹിസ്കിയാവ് അപ്രകാരം പറയുവാനുള്ള കാരണം എന്താണ്? അവൻ 25-ാമത്തെ വയസ്സിൽ രാജാവായി. അവൻ്റെ പിതാവ് ഒരു വിഗ്രഹാരാധിയായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് അവന് ദൈവത്തെ അന്വേഷിക്കുവാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. പിതാവ് വിഗ്രഹാരാധിയായിട്ട് യെരൂശലേം ദേവാലയം പൂട്ടിയിട്ടു. എന്നാൽ ആ മാതൃക പിന്തുടരാതെ അവൻ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ രാജാവായ ആദ്യത്തെ ദിവസം ചെയ്തത് ദൈവത്തിൻ്റെ ആലയം തുറക്കുക എന്നുള്ളതായിരുന്നു. അനേക വർഷങ്ങളായിട്ട് അടച്ചിട്ടിരുന്ന ദൈവത്തിൻ്റെ ആലയം തുറന്നു. മാത്രമല്ല, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഒരു വ്യക്തി രാജാവായി തീരുമ്പോൾ ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഉറപ്പുവരുത്തുക, തൻ്റെ ജനങ്ങൾക്ക് പ്രസാദകരമായത് ചെയ്യുക. അങ്ങനെ വളരെ പ്രസിദ്ധി നേടുവാനുള്ള പല കാര്യങ്ങളാണ് അധികാരത്തിൽ വരുന്നവർ ആദ്യമായി ചെയ്യുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനുള്ള അനേക തന്ത്രങ്ങളാണ് പലപ്പോഴും പലരും മെനയുന്നത്. എന്നാൽ ഇവിടെ ഹിസ്കിയാവ് ആരും പറഞ്ഞിട്ടല്ല, ആരും അവനോട് ആവശ്യപ്പെട്ടിട്ടല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല. പിന്നെയോ അവൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അടഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തെ തുറക്കുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിച്ചു. ഖജനാവിന് നഷ്ടമുള്ള കാര്യമാണ്. രാജഭണ്ഡാരത്തിലേക്ക് കാശ് വരുന്ന കാര്യമല്ല, രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്ത് ചിലവഴിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു, പൂർണ്ണ തീക്ഷ്ണത ആരംഭിച്ചു.
16-ാമത്തെ ദിവസം അവൻ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. See, Iskia had a zeal for the Almighty God. When he became the king at the age of 25, he opened the doors of the temple which was closed, house of the Lord. His father was an idolater. And we find Ezekiel opening the doors of that closed temple which was shut for years, and immediately started a repair. And we find in 16 days he completed the repair of the house of the Lord. It was done in full earnest, not to show anybody. Nobody had asked him to do that. But as a king, the very first decision he took was to glorify God. That's the most important aspect. ഒരു രാജാവായി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഹിസ്കിയാവ് ചെയ്തത് അവൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. മാത്രമല്ല, അവനവിടെ ആരാധന ആരംഭിച്ചു. ഒരു ദേവാലയം ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഇട്ടേക്കല്ല. ഒരു ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കാര്യമാണ്. ആധുനിക ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ദേവാലയം എന്ന് പറയുന്നത് മറ്റ് പലതിനു വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന, സമ്പത്ത് കൂട്ടാവുന്ന, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കാവുന്ന ഒക്കെ കാര്യമാണ്. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു വലിയ സ്ഥലമാണ് ദേവാലയം. അടഞ്ഞു കിടന്നിരുന്ന ദേവാലയം അവൻ തുറന്നു. 16-ാമത്തെ ദിവസം അവിടെ ആരാധന ആരംഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ യാത്രയിൽ ഒരിക്കലും നാം ദേവാലയം അടയ്ക്കുന്നവരാകരുത്. ദേവാലയങ്ങൾ തുറക്കുന്നവരാകണം. ആരാധന ആരംഭിക്കുന്നവരായി തീരണം. മാത്രമല്ല, അവൻ വലിയൊരു പെസഹ അവിടെ ആചരിക്കുകയാണ്. ദശാംശം ദൈവത്തിന് വേണ്ടി അവന് ശേഖരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സമ്പൂർണമായി അവനിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം മറുപടി നൽകിയേ മതിയാവൂ. എപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയുക്തമാക്കിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായും ദൈവം മറുപടി തന്നേ മതിയാവും. അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ബലഹീനരായ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഹിസ്കിയാവിനെ പോലെ അവിടുത്തെ സന്നിധിയിൽ ഏകാഗ്രതയോടെ പ്രവർത്തിപ്പാൻ, നന്മയായത് ചെയ്യുവാൻ, അവിടുത്തേക്ക് പ്രസാദനമായി ചെയ്യുവാൻ, അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഹിസ്കിയാവിനെ പോലെ മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.